أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മൈമൻ അക്കാഡമി നടപ്പാട്ടിറങ്ങത്തെ റമദാൻ ഖുർആൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിലായിട്ട് ഇക്കിരുന്നങ്ങ ഒരുമിച്ചു കൂടിരെ. സൂറത്തുൽ കഹ്ഫ് അതിലെ അർത്ഥബൈക്കല്ലത് ഞങ്ങൾ പരിപൂർണമായിട്ട് അതിനെ കംപ്ലീറ്റ് ആക്കിയ. ഇന്നലെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു തആല ഈ സൂറത്തുൽ കഹ്ഫിലുള്ള വിഷയങ്ങൾ, അതിലുള്ള ആശയങ്ങൾ അല്ലാഹു തആല പ്രത്യേകമായിട്ട് അവസാന കാലഘട്ടത്തിൽ പണ്ടങ്ങനത്തെ ഫിത്നകളിൽ നിന്നിട്ടുള്ള ബച്ചാവാവുകുല്ലങ്ങനത്തെ കാര്യങ്ങളായിട്ടാണ് അല്ലാഹു തആല നമുക്ക് സൂചിപ്പിച്ചതുണ്ട്. അതിൽ ഞങ്ങൾ ഒന്നാമതായിട്ട് ഞങ്ങൾ സൂചിപ്പിച്ചത് അവസാന കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഫിത്ന, ഏറ്റവും വലിയ ഫിത്ന ഉണ്ടാവുന്നത് ദജ്ജാലിൻ്റെ ഭാഗത്തിൽ നിന്നാണ്. ആ ദജ്ജാൽ ശൈത്താൻ്റെ ഏറ്റവും വലിയ പ്രതിനിധിയായിട്ടാണ് ദജ്ജാൽ ബണ്ടതും ദജ്ജാലിൻ്റെ ഫിത്ന എല്ലാം നടക്കുന്നത്. അപ്പോൾ ഷെയ്ത്താൻ എന്ന മൽഊനായ അള്ളാഹുവിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഷെയ്ത്താൻ്റെ വലിയ പ്രതിനിധിയായിട്ടുള്ള അവൻ്റെ ആലായിട്ട് ദജ്ജാൽ പറയുമ്പോൾ, അവൻ്റെ വലിയൊരാളായിട്ട് ദജ്ജാൽ പറയുമ്പോൾ, ആ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുകൂ, നമുക്ക് അള്ളാഹുടെ ആലായിട്ട് വലിയൊരാളായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ടിക്ക് നബിത്തങ്ങളിലാണ് നമുക്ക് രക്ഷണമില്ലേ. കഹ്ഫുൽ വറാ, എല്ലാ ലോകത്തിലുള്ള എല്ലാവർക്കും കഹ്ഫായിട്ടുള്ള അങ്ങനത്തെ എല്ലാവർക്കും ആശ്രയ കേന്ദ്രമായിട്ടുള്ള അങ്ങനത്തെ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ അത് രണ്ടും ഒരു ലോജിക്കലായിട്ടുള്ള അങ്ങനത്തെ നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെങ്കിൽ ഒരു യുക്തിപൂർണമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു മോത്തലു ഞങ്ങളെ ബെടക്കാക്കൂ, ഞങ്ങളെ നരകത്തിലേക്ക് എത്തുപാട്ടോക്കൂ ദജ്ജാൽ പ്രയത്നാക്കട. പിന്നൊരു മോത്തലു ഞങ്ങളെ സ്വർഗത്തേക്ക് എത്തുപാട്ടോക്കൂ, ആ ദജ്ജാലിൽ നിന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തോക്കൂ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ എത്തുപാട്ടോക്കൂ ബേനായിട്ട് അള്ളാഹുടെ വലിയൊരാളായിട്ടുള്ള അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയത്നാക്കട്. അപ്പോൾ ഈ ദജ്ജാലിൻ്റെയും നബിത്തങ്ങളുടെ ഇടയിലുള്ള അങ്ങനത്തെ വലിയൊരു യുദ്ധവും സംഘർഷവുമായിട്ടിക്കറ് ഈ അവസാന കാലഘട്ടം. ഈ അവസാന കാലഘട്ടത്തിൽ ചൊല്ലുമ്പോൾ ഇണ്ടത്ത് ഞങ്ങളെ കാലഘട്ടം ഉണ്ടല്ല, നബിത്തങ്ങ നബിയാവലോട് കൂടെ അവസാന കാലഘട്ടത്തെ ആ ഒരു ടൈം തുടങ്ങിയിട്ടാണ്. നബിത്തങ്ങളെ നുബൂവത്ത് ചൊല്ലത്, നബിത്തങ്ങ നബിയായിട്ട് ചൊല്ലത് ഖിയാമത്ത് നാളിൻ്റെ ചെറിയൊരു അടയാളായിട്ടാണ് നബിത്തങ്ങമേ പടിപ്പാട്ടി. ഒരു ഹദീസിൽ നബിത്തങ്ങമേ പടിപ്പാട്ടി നബിത്തങ്ങ നബിയായതേ ഖിയാമത്ത് നാളിൻ്റെ, അതിന് ഈ ലോകം അവസാനിക്കുക ആയിട്ട് ലോകത്തെ എൻഡിങ് മുട്ടബന്ത് എന്നതുക്കുള്ളേ ഒരു അടയാളമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നബിത്തങ്ങളെ കാലഘട്ടത്തിൽ എല്ലാ ഫിത്നകും ഫസാദുങ്ങും മനുഷ്യന്മാരെ ബെടക്കാക്കുള്ള അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ചുക്കാണി പിടിக்கிறങ്ങനത്തെ ಅದಕ್ಕೆ നേതൃത്വ വഹിസ്രാലായിട്ടിക്കറ ദജ്ജാൽ. ഇന്നലെ ഞങ്ങൾ ഒരു ഹദീസ് ചൊന്ന മാബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅ അംറുൻ അക്ബറു മിനദ് ദജ്ജാൽ. ദജ്ജാലിൻ്റെ കാണാൻ വലിയൊരു കാര്യ ആദം നബി അലൈഹിസ്സലാമുടെ പടച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെ അതിനിടയിൽ ഒന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പാട്ട്. വന്നഹു മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ബിഹി ഉമ്മതഹു എന്ന് മാത്രമല്ല, ഓരോ നബിയും കൂടെ ദജ്ജാലിൻ്റെ ಬಗ್ಗೆ വാർണിംഗ് കൊടുക്കാണ്ട് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി. പ്രതി ഒരു നബി ആദം നബി അലൈഹിസ്സലാം മുതൽ ഞങ്ങളെ നബി സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോല ബന്ധങ്ങനത്തെ എല്ലാ നബിമാരും ദജ്ജാലിൻ്റെ ಬಗ್ಗೆ കൂടെ എച്ചരിക്ക കൊടുക്കാണ്ട് പോയിട്ടില്ല. അപ്പോൾ അത്രയും വലിയ സംഗതിയും വലിയ ഒരു ഫിത്നക്കാരനാണ് ആര്? ദജ്ജാൽ. വന്നഹു യജീഉ മഅഹു ബിമിസ്ലിൽ ജന്നതി വന്നാർ.
അവൻ പറയുമ്പോൾ അവನು സ്വർഗ നരകത്തെ ചെറിയൊരു മോഡലായിട്ടാണ്, ആഖിറത്തിലുള്ള അങ്ങനത്തെ സ്വർഗ നരകത്തെ ഒരു മോഡൽ എടുത്തുകൊണ്ടാണ് ഇവിടെ ബണ്ടവൺ. ഫല്ലത്തി യഖൂൽ ഇന്നഹാ ജന്നത്തുൻ നാറുൻ തുഹ്രിഖു, അവನು ಸ್ವರ್ಗ ಅಂತ ഇവിടെ പരിചയപ്പെടുത്തണങ്ങനത്തെ കാര്യങ്ങ അത് യഥാർത്ഥത്തിൽ കത്തി ജ്വലിക്കിടങ്ങനത്തെ കത്തി ഞങ്ങളെ ബൂതിയാക്കിടങ്ങനത്തെ നരക ഇട്ടിക്കുന്നത്. ദജ്ജാലിൻ്റെ സ്വർഗ യഥാർത്ഥത്തിൽ നരകമാണ്. വല്ലത്തി യഖൂലു ഇന്നഹാ നാറുൻ മാഉൻ അസ്ബുൻ തയ്യിബ്, അവನು നരക്ക ചൊന്നിട്ടു ഞങ്ങൾക്ക് പരിചയമാക്കി തണ്ടങ്ങനത്തെ കാര്യങ്ങ അത് നല്ല തെളിമയുള്ളങ്ങനത്തെ തന്നി, നല്ല സംപ്പായിട്ടുള്ളങ്ങനത്തെ തന്നിയായിട്ടിക്കറ്, അതായത് സ്വർഗമായിട്ടിക്കറത്. ഫമൻ അദറക ദാലിക മിൻകും ഫല്യഖഅ ഫീഹി, ആർക്കെങ്കിലും ദജ്ജാലിൻ്റെ നരകത്തിൽ എത്തുപാട്ടിങ്കാരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലാറെ എത്തുപാട്ടിങ് അതിൽ ബൂലട്ടവണു ദജ്ജാലിൻ്റെ നരകത്തിൽ ബൂലട്ട് ദജ്ജാലിൻ്റെ സ്വർഗത്തിക്ക് ബൂലണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തിൽ പിന്നമേ ദജ്ജാലിൻ്റെ ഫിത്നങ്ങ തുടങ്ങിയിട്ടാണ്. അത് ഡയറക്റ്റായിട്ടല്ലെങ്കിലും അവൻ്റെ ആൽമാരെ കൊണ്ടിട്ടു, അവൻ്റെ സൈന്യത്തെ കൊണ്ടിട്ടു പല നിലക്കുള്ള ഫിത്നങ്ങ അവനുണ്ടാക്കിയിട്ടുള്ള. പ്രത്യേകിച്ച് ഈ ഞങ്ങ ജീവിക്കടങ്ങനത്തെ ഈ ഒരു നൂറ്റാണ്ടിലും ഇതിരെ 2-3 നൂറ്റാണ്ട് മുതലും ദജ്ജാലിൻ്റെ ഫിത്നങ്ങ അത് വല്ലാതെ ഏറിപ്പോയിടും. ഇണ്ട് നോക്കൊരു ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ, ഞങ്ങൾക്ക് ആഖിറത്തെ ബോധ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള സുഖവും സൗകര്യവും ടെക്നോളജിയും സയൻസുമാണ് ഉണ്ട് അഭിവൃദ്ധിയായിട്ട് നിന്നിട്ടുള്ളത്. ഉടമേ നമുക്ക് സ്വർഗ കിട്ടുന്ന രൂപത്തിൽ, സ്വർഗസമാനമായിട്ടുള്ള സുഖ കിട്ടുന്ന രൂപത്തിലാണ് ഇണ്ടത്തെ ലോകത്തെ പോക്കുള്ളേ. ദജ്ജാലിൻ്റെ സ്വർഗമാണ് ഉണ്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ളേ. നമുക്ക് സ്വർഗത്തെ പോലെ തോന്നിപ്പിക്കടെ സുഖ സൗകര്യങ്ങ ഓരോ കാര്യങ്ങ ദുനിയാവിടെ ഓരോ കാര്യങ്ങ വ്യവസ്ഥങ്ങ അതെല്ലാം നടന്നുകൊണ്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഈമാനുള്ള മനുഷ്യന്മാർ ഉണ്ടാക്കിയ അങ്ങനത്തെ കാര്യങ്ങളല്ല. ഇണ്ടത്തെ ടെക്നോളജി സയൻസ് നമുക്ക് യാര സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കിയതണ്ടത് അതല്ലേ, അത് ഓർഡർ ഉണ്ടായിടെ. അത് യൂറോപ്പ് അമേരിക്ക പോലത്തെ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നിട്ടാണ് ടെക്നോളജിയും സയൻസെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഈമാൻ്റെ ഒരു അണു പോലും ഇല്ലാത്തങ്ങനത്തെ, ദീൻ്റെ ഒരു അംശ പോലും ഇല്ലാത്തങ്ങനത്തെ, ധർമ്മത്തെ ഒരു ഇതിഹാസ പോലും ഇല്ലാത്തങ്ങനത്തെ ആൽമാരാണ് പശ്ചിമ ഭാഗത്തുള്ള വെസ്റ്റ് ഭാഗത്തുള്ള ആൽമാർ. നീ നോക്കൂ, ഞങ്ങളെ ഈസ്റ്റ് ഭാഗത്തിൽ, വെസ്റ്റേൺ ചൊല്ലുമ്പോൾ അത് ഇപ്പോൾ ചൊന്ന പോലെ യൂറോപ്യൻ കൺട്രീസും അമേരിക്ക ബണ്ട ജാഗാണ് വെസ്റ്റർ ഭാഗങ്ങൾ. ഈസ്റ്റർ ഭാഗങ്ങൾ ചൊന്നെങ്കിൽ ഏഷ്യ, ആഫ്രിക്ക ഭൂഖണ്ഡങ്ങ ബണ്ടങ്ങനത്തെ ജാഗങ്ങൾ. ഈ ഭാഗത്തിലാണ് ധർമ്മങ്ങൾ ഉണ്ടായിട്ട്, ദീനുകൾ ഉണ്ടായിട്ട്. ഏത് ധർമ്മങ്ങൾ എടുത്തു നോക്കുക അതിൻ്റെ മൂലല്ല ഈ ഭാഗത്തിലാണ്. ഇണ്ട് ലോകത്തിൽ അറിയപ്പെട്ട ധർമ്മങ്ങൾ, പുരാതനമായിട്ടുള്ള ധർമ്മമായിട്ട് അറിയപ്പെട്ടത് ഹിന്ദു ധർമ്മം. അതുണ്ടായിട്ട് ഇന്ത്യത്തിൽ ഈസ്റ്റിലേറ്റിക്കർ, അതായത് പൂർവ്വഭാഗത്തിലേറ്റിക്കർ, ലോകത്തെ പൂർവ്വഭാഗത്ത്. അതിൽ പിന്നെ ചരിത്രമുള്ള അങ്ങനത്തെ ഒരു ധർമ്മമായിട്ടിക്കർ യഹൂദി ധർമ്മം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം സ്ഥാപിച്ചങ്ങനത്തെ പ്രചാരാക്കിയിട്ടുള്ള അങ്ങനത്തെ തൗറാത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അങ്ങനത്തെ യഹൂദി ദീനും. അതും ഏത് ഭാഗത്തിലെ ഉണ്ടാവിടെ? ഈസ്റ്റിലെ ഉണ്ടായിട്ട്. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ റായ മിസ്റല്ലേ, മിസ്റിൽ നിന്നിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഫലസ്തീൻ്റെ ഭാഗത്തിലെല്ലാം ദീൻ പ്രചാരാക്കിയ ആളാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം. പിന്നെ നസ്രാനികളുടെ ദീനായിട്ടുള്ള ഈസാ നബി അലൈഹി ഇസ്ലാം സ്ഥാപിച്ച അങ്ങനത്തെ നസ്രാനി ദീൻ, അതും ഉണ്ടായിട്ട് ഈസ്റ്റിൻ്റെ ഭാഗത്തിൽ. പിന്നെ ഒരു അറിയപ്പെട്ടൊരു ദീനാണ് പേർഷ്യൻ ഭാഗത്തിൽ നിന്നുണ്ടായ സൊറാസ്ട്രിയൻ ചൊല്ലെ ഒരു ധർമ്മ, സറത്തൂഷ്ട്ര ധർമ്മ. ഫാർസിങ് ആണ് ചൊല്ലാർ, ഇന്ത്യത്തിൽ പല ആൾമാരെല്ലാം ഫാർസിങ്. അതും ഉണ്ടായത് ഈസ്റ്റ് ഭാഗത്ത്. അങ്ങനെ ഇങ്ങനെ അറിയപ്പെട്ട് ലോകത്തിൽ ധർമ്മങ്ങ ദീനുങ്ങാണ്ട് അറിയപ്പെട്ടതെല്ലാം ഉണ്ടായിട്ട് ഇസ്ലാം ദീൻ ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഈസ്റ്റ് ഭാഗത്തിൽ, അതായത് മക്ക പ്രദേശത്തിൽ നിന്നുണ്ടായിട്ട് മദീനത്തിലെല്ലാം ഉണ്ടായ ആളല്ലേ.
ഈസ്റ്റ് ഭാഗത്തിലാണ്. വെസ്റ്റ് ഭാഗത്തിൽ ഒരു ദീൻ ഉണ്ടായതായിട്ട് അറിയപ്പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, അള്ളാഹു താല ഖുർആനിൽ ഉദ്ധരിച്ചങ്ങനത്തെ 25 നബിമാരും വന്നതെല്ലാം ഈ ഈസ്റ്റ് ഭാഗത്തിലാണ്. വിശേഷമായിട്ട് ചൊല്ലിട്ടെങ്കിൽ ಇಂಡು ನಂಗ ಯುದ್ಧ ಕಂಡೊಂಟುಲ್ಲಂಗಂತೆ ಮಿಡಲ್ ಈಸ್ಟ್ ಭಾಗ, മധ്യ പ്രാച്യാണ് ചൊല്ലാറ്. അതായത് സൗദി അറേബ്യ, ജോർദാൻ, ഇറാഖ്, ഇറാൻ, ഫലസ്തീൻ, ഷാം, സിറിയ ഇങ്ങനെ തുടങ്ങണങ്ങനത്തെ ഈ ഭാഗത്തിലായിട്ടിക്കറി എല്ലാ 25 അമ്പിയാക്കന്മാർ അള്ളാഹു താല ചൊന്നങ്ങനത്തെ 25 അമ്പിയാക്കന്മാരും വന്നത്. വെസ്റ്റ് ഭാഗത്തിൽ ഒരു നബി വന്നതായിട്ടും ചരിത്രമില്ല. നബിമാർ വന്നിട്ടില്ലായിട്ട് മാത്രമല്ല, വെസ്റ്റേൺ ഹിസ്റ്ററി ഞങ്ങൾ പഠിച്ചു നോക്കണുണ്ടെങ്കിൽ, യൂറോപ്പിയുടെ ഹിസ്റ്ററി പഠിച്ചു നോക്കണുണ്ടെങ്കിൽ, അമേരിക്ക പിന്നെ യൂറോപ്പ് ഉണ്ടാക്കി അങ്ങനത്തെ ഒരു രാഷ്ട്രമായിട്ടിക്കറ അമേരിക്ക ചൊല്ലത്. യൂറോപ്പിയുടെ ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിന്, പിന്നെ അതുപോലത്തെ യൂറോപ്പിയുടെ കൺട്രീസിങ്ങ. അത് നിങ്ങൾ വേൾഡ് മാപ്പ് ഒന്ന് എടുത്ത് നോക്കിയെങ്കിൽ, ലോകത്തെ മാപ്പ് ഒന്ന് അടിച്ചു നോക്കിയെങ്കിൽ നിങ്ങൾക്ക് ഈ ജാഗങ്ങളിൽ എവിടെയായിട്ട് നിങ്ങൾ കുന്താവും. അപ്പോൾ ഈ ഭാഗത്തിൽ നിന്നുണ്ടായ പോയ ആൾമാർ, യൂറോപ്യൻ ആൾമാരാണ് അമേരിക്കത്തിൽ കണ്ടങ്ങനത്തെ ആധുനികമായിട്ടുള്ള അമേരിക്കത്തെ ഉണ്ടാക്കിയത്. അപ്പോൾ അമേരിക്കത്തിലുള്ളതും യഥാർത്ഥത്തിൽ യൂറോപ്യൻസ് അവിടെ മൂല ആൾമാരെല്ല കൊന്നു കളഞ്ഞിട്ടുള്ള ഫുള്ള് നരമേധ കൊല ആക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു ചരിത്രമാണ് യൂറോപ്പുകളിൽ. നിങ്ങൾ നോക്കൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ಬಂದದ್ದು ഞങ്ങളെ ഇസവി പ്രಕಾರ നോക്കണെ നബി തങ്ങ ಬಂದದ್ದು ഇസവി പ്രಕಾರ 571 നബി തങ്ങ ജനിക്കട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടേ ഇസവി ക്രിസ്തശക 600 ആ കാലഘട്ടത്തിലാണ്. 632 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വഫാത്ത് അവിടെ. അപ്പോൾ ക്രിസ്തശക 7ನೇ ശതമാനത്തിലാണ് ഇസ്ലാമിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിയ ഇസ്ലാമിയുടെ ശരീഅത്തിലെ തുടക്കമുണ്ടാവുടെ. അതിൽ പിന്നെ ഇസവി 7ನೇ ശതമാനത്തിൽ പിന്നെ സാധാരണ ഒരു 15 ശതമാനത്തോലെ ലോകത്തെ കീഴടക്കിയ, ഇടീ ലോകത്തിൽ നേതൃത്വ സ്ഥാനം വഹിച്ചത് മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളെ നേതൃത്വമായിട്ട് ഇടീ ലോകത്തിൽ ഇന്ന് അണ്ട് എല്ലാ സയൻസ് മുസ്ലിമീങ്ങളെ കയ്യിലാണ്. പല ജാഗത്തിൽ ആഡളിത്ത മുസ്ലിമീങ്ങളെ ആഡളിത്താണ് ഇന്ന്. അണ്ടത്തെ ആഡളിത്തവും അണ്ടത്തെ ജ്ഞാന വിജ്ഞാനത്തെ ಬಗ್ಗೆ പഠിച്ചു നോക്കിയിട്ടെങ്കിൽ ലോകത്തിലുള്ള ആൾമാർക്ക് നല്ല നീതി ന്യായ നല്ല രൂപത്തിൽ ജീവിക്കട രൂപത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് അണ്ടിന്ന് മുസ്ലിമീങ്ങ ഭരിച്ചുകൊണ്ടിരുന്നങ്ങനത്തെ മുസ്ലിമീങ്ങ ലോകത്തിൽ നേതൃത്വം വഹിച്ചിട്ടുന്ന കാലത്തിൽ ലോകത്തിലിടീ സമാധാനമായിട്ടിക്കൽ എല്ലാ ഭാഗത്തിലും ലോകത്തിൽ ഏത് ഭാഗത്തിൽ നോക്കിയെങ്കിലും ഒട്ടാരെ നോക്കിയിട്ടുണ്ടെങ്കിൽ അഞ്ഞ് പല മൊത്തത്തിൽ ചെറിയ ചെറിയ യുദ്ധം അതല്ല പരസ്പര രാജാക്കന്മാരുടെ നടക്കുന്നുണ്ടെങ്കിലും മനുഷ്യന്മാർക്ക് നല്ല സുഖവും സമാധാനത്തിലാണ് മനുഷ്യന്മാർ ജീവിച്ചു ഇന്ന്. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളിൽ നിന്നിട്ട് പഠിച്ച് ബന്ധങ്ങനത്തെ സ്വഹാബിങ്ങും പിന്നത്തെ താബിയിങ്ങ ഇന്ത്യത്തേക്ക് വന്നപ്പോൾ കേരളത്തെ ഭാഗത്ത് വന്നപ്പോൾ എത്ര ഒരു പിർസത്തിലും എത്ര ഒരു സൗഹാർദ്ദത്തിലാണ് ഇവിടെ ആൾമാർ സ്വീകരിച്ചത്. കാരണം മുസ്ലിമീങ്ങളെ സ്വഭാവം മുസ്ലിമീങ്ങളെ ഒരു നടവളിക്ക് അങ്ങനെ ഇട്ടിന്ത്. അത് ഊട ചരിത്രം മാത്രമല്ല, ലോകത്തിൽ എവിടെ എടുത്ത് നോക്കിയിട്ടെങ്കിൽ സിറിയത്തെ ഭാഗത്തിലുള്ള അങ്ങനത്തെ ക്രിസ്ത്യൻസുള്ള ആൾമാർ മുസ്ലിമീങ്ങ അവിടെ പോയിട്ട് കീഴടക്കിയപ്പോൾ അങ്ങനെ സ്വാഗതാക്കിയാർ. കാരണം അങ്ങ് അതിന് മുന്നൊരു വല്ലാത്ത അക്രമവും അന്യായവും അനുഭവിച്ചിരുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അങ്ങോട്ട്. അതിൽ പിന്നേറ്റിക്കർ ഈ 15 ശതമാനത്തിൽ പിന്നേറ്റിക്കർ മുസ്ലിമീങ്ങ അല്ലെ നേതൃത്വത്തിൽ ഇന്നങ്ങനത്തെ ഒരു 15 ശതമാനത്തിൽ പിന്നെയാണ് യൂറോപ്യൻ കൺട്രീസിങ്ങ ലോകത്തെ നേതൃത്വ വഹിച്ചത്. അത്രത്തോളം ചൊല്ലമേ യൂറോപ്പിടെ ഡാർക്ക്നെസ് ഏജൻ്റാണ് യൂറോപ്പിനെ കത്തല യുഗ. യൂറോപ്പ് ചൊല്ലുമ്പോൾ എല്ലാം ഉണ്ട്. അതിൽ ഇന്നത്തെ അറിയപ്പെട്ടത് ബ്രിട്ടൻ, പിന്നെ ഗ്രീക്ക്, സ്പെയിന്, ജർമ്മനി അടക്കമുള്ള അങ്ങനത്തെ രാഷ്ട്രങ്ങൾ, പോർച്ചുഗീസ് ആൾമാർ. പിന്നെ നിങ്ങൾ നോക്കൂ 15 ശതമാനത്തിൽ പിന്നത്തെ ഒരു ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ യൂറോപ്യൻ കൺട്രിയുടെ ആൾമാർ, യൂറോപ്പിടെ രാഷ്ട്രത്തെ ആൾമാർ ലോകത്തിലിടീ വ്യാപിക്കിടങ്ങനത്തെ ഒരു അവസ്ഥ ഇട്ടിക്കരുത് നിങ്ങൾ കാണണ്ടേ. അല്ലെ, നിങ്ങൾ സ്കൂളിലെല്ലാം പഠിച്ചിട്ടിക്കുവാറ് ഇന്ത്യത്തേക്ക്
കേരളത്തെ ഭാഗത്തിൽ മലബാർ ഭാഗത്തിൽ ബന്നോർത്തായിട്ടിക്കറ വാസ്കോഡ ഗാമ അവൻ ഇവിടെ വന്നിട്ട് യൂറോപ്പിൽ വന്നതാണ്, യൂറോപ്പിടെ പോർച്ചുഗലിൽ നിന്ന്. അതുപോലെ പോർച്ചുഗീസ് ആൾമാർ ഇവിടെ വന്നിട്ട് ആഡളിത്താക്കിയാർ, ഇന്ത്യത്തിൽ ആഡളിത്താക്കിയാർ, ബ്രിട്ടീഷ് രംഗ ആഡളിത്താക്കിയാർ. ഉടനിട്ട് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രത്തും ആഡളിത്താക്കിയാർ. ബ്രിട്ടീഷ് ರಂಗಲೆ ಸಾಮ್ರಾಜ್ಯದ ಬಗ್ಗೆ ಅಂಡು ಚೊನ್ನೊಂಟಿನ್ನೆ ಸೂರ್ಯ ಮುಳುಗದ ಸಾಮ್ರಾಜ್ಯ ಅಂಟಾണ് ചൊന്നെങ്കിൽ അങ്ങനെ സാമ്രാജ്യത്തിൽ ഒരു മുഖത്തിൽ സൂര്യ അസ്തമിക്കുമ്പോൾ പിന്നൊരു മുഖത്തിൽ ഉദിച്ചുകൊണ്ടിരുന്ന അത്രയും വിശാലമായിട്ടുള്ള സാമ്രാജ്യമാണ് ബ്രിട്ടീഷ് ആൾമാർക്കിന്. പക്ഷേ ആ കാലഘട്ടത്തിൽ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ ലോകത്തിൽ ഒരിക്കലും കാണുകാവാത്തങ്ങ ഇത്രത്തോളം കാണുകാവാത്തങ്ങനത്തെ അക്രമവും അന്യായവുമായിട്ട് ലോകത്തിലിടി നടന്നുകൊണ്ടിരുന്നത്. വെറും ഇന്ത്യത്തെ മാത്രം ഹിസ്റ്ററി എടുത്ത് നോക്കൂ. ഇന്ത്യത്തിൽ നടന്നങ്ങനത്തെ ബ്രിട്ടീഷ് രംഗല കാലഘട്ടത്തിലും പോർച്ചുഗീസ് രംഗലയും അതുപോലെ ഡച്ച് രംഗ ഇതെല്ലാം യൂറോപ്യൻസാണ്. ഇങ്ങനെ കാലഘട്ടത്തിലെല്ലാം നടന്നുകൊണ്ടിരുന്നങ്ങനത്തെ അന്യായങ്ങൾ അക്രമങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ ബെറന്നു പോണ്ടാർ, അത്ഭുതപ്പെട്ടു പോറ. ഇങ്ങ മനുഷ്യന്മാരായിട്ട് പോലും കേക്കടെ ഒരവസ്ഥയ്ക്ക് എത്തി പോണ്ടാർ. ബ്രിട്ടീഷ് രംഗ ഇന്ത്യത്തിൽ ആഡളിത്താക്കുന്ന ടൈമിൽ ബംഗാൾ ക്ഷാമാന്ന് ചൊന്നിട്ട് വലിയൊരു ക്ഷാമം ഉണ്ടായിട്ട്. ബംഗാൾ ക്ഷാമായിട്ട് അറിയപ്പെട്ട ക്ഷാമാണ്. ബംഗാൾ ചൊല്ലെ പ്രദേശ യഥാർത്ഥത്തിൽ പിന്നെ വസ്ത്ര ഉത്പാദനത്തിൽ അറിയപ്പെട്ട ഒരു ജാഗാണ്. നല്ലോണം അതായത് ഡ്രസ്സിങ് പ്രൊഡക്ഷൻ ആക്കിയിട്ടുള്ള അറിയപ്പെട്ട ജാഗായിട്ടിക്ക് എത്രയോ കോട്ടിക്കെട്ടലെ പിന്നെ മീറ്ററുള്ളങ്ങനത്തെ വസ്ത്രങ്ങല്ല ഡ്രസ്സിങ് ഉത്പാദനാക്കിയിട്ട് ലോകത്തിലിടി പിന്നെ അതിരെ റഫ്താക്കിക്കൊണ്ടിരുന്നത്, അതിരെ കടത്തി കൊടുത്തുകൊണ്ടിരുന്ന അങ്ങനത്തെ ഒരു ജാഗായിട്ടിക്കറ് ബംഗാൾ. പക്ഷേ ബംഗാളിൽ ഔഡ്രെ ഡ്രസ്സിങ്ങല്ലേ പിന്നെ ഔഡ്രെ പാവത്തെ ആൾമാരിൽ നിന്നിട്ട് അങ്ങ തുന്നിട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നങ്ങനത്തെ ഡ്രസ്സിങ്ങല്ല ദബ്ബാളിക്കൽ എടുത്തിട്ട് അതിരെ ഇങ്ങനെ ബ്രിട്ടൻ രായത്തേക്ക് കടത്തിയിട്ട് അവസാനമായിട്ട് ബംഗാളുടെ ആൾമാർ എത്രയോ കോട്ടികെട്ടലെ മീറ്റർ ഡ്രസ്സ് പ്രൊഡക്ഷൻ ആക്കിക്കൊണ്ടിരുന്നങ്ങനത്തെ ബംഗാളുടെ ആൾമാർ അങ്ങനെ ഔറത്ത് മറക്കുക പോലും ഡ്രസ്സില്ലാത്തങ്ങനത്തെ അവസ്ഥക്ക് എത്തിപ്പോയിട്ടിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണുക. ഇതെല്ലാം അറിയപ്പെട്ട ചരിത്രമാണ്. ഇതെന്തും ആരും ഗൊന്തില്ലാത്ത വിഷയമൊന്നുമല്ല. ബംഗാൾ ക്ഷാമ അത് ഗൂഗിൾ അടിച്ച് നോക്കിയെങ്കിൽ അതിലെ ഓരോ ഫോട്ടോസിങ്ങ കാണ്ട് മനുഷ്യന്മാർക്ക് തിന്നുകും എന്തുകും ഇല്ലാണ്ടെ അലക്ക മെലിഞ്ഞിട്ട് റോഡിലിടി ചകായിട്ട് പോകുന്നങ്ങനത്തെ ഒരു അവസ്ഥ. ഇതെല്ലാം ഇങ്ങനെ സ്വഭാവം, യൂറോപ്പിടങ്ങനെ സ്വഭാവം. ഈ യൂറോപ്പിടങ്ങ ആണ് 15% പിന്നത്തെ ലോകത്തെ ഇന്റുകും ഭരിച്ചുകൊണ്ടില്ല. ഇന്റുകും ലോകത്തെ ഒരു നേതൃത്വം ഇങ്ങനെ കയ്യിലാണുള്ളേ. യഥാർത്ഥത്തിൽ നോക്കൂ, ഇന്ത്യ ഞങ്ങൾ പഠിக்கிறങ്ങനത്തെ എഡ്യൂക്കേഷൻ, സ്കൂളിൽ പഠിக்கிறങ്ങനത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ, അതുപോലെ എല്ലാ വിദ്യാഭ്യാസങ്ങ ಶಿಕ್ಷಣ ചൊല്ലത് അത് യഥാർത്ഥത്തിൽ ഞങ്ങളെ റായത്തിലുണ്ടായ ശിക്ഷണ അല്ലല്ലേ, ഇന്ത്യത്തെ ശിക്ഷണ അല്ലത്, യൂറോപ്പിയുടെ ശിക്ഷണാണ്. ഈ ആൾമാർ ബ്രിട്ടീഷ് രംഗ ഇവിടെ വന്നപ്പോൾ അങ്ങ് സ്ഥാപിച്ച ശിക്ഷണായിട്ടിക്കറ മെക്കാലെ എഡ്യൂക്കേഷൻ ചൊല്ലാറത്. അതായത് മെക്കാലെ ചൊല്ലോർത്ത അവನು സിസ്റ്റം ആക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ. ಅವನು ಆ ಎಜುಕೇಷನ್ ಆ ಶಿಕ್ಷಣ ഇവിടെ സ്ഥാപിക്കുമ്പോൾ അവൻ ചൊന്നത് ഇംഗ്ലീഷ് രംഗായിട്ടുള്ള ഞങ്ങ ബ്രിട്ടീഷ് രംഗായിട്ടുള്ള ഞങ്ങ ഊടർ പോയെങ്കിലും ഞങ്ങളെ ആൾമാരായിട്ട് ഇവിടെ കുറേ ആൾമാർ ഇക്കണു, കുറേ ആൾമാരല്ല ഊടർ ആൾമാരല്ല ഞങ്ങളെ ആൾമാരായിട്ട് ഇക്കണു എന്ന ഉദ്ദേശത്തിലാണ് ഈ ശിക്ഷണ ഞങ്ങളുടെ സ്ഥാപിക്കണായത്. അതായത് പിന്നെ ഇന്ത്യത്തങ്ങ അങ്ങനെ ശരീരം കൊണ്ടിട്ടു അങ്ങ ഇന്ത്യത്തങ്ങ ഇട്ടിക്കണു, ഭാരതീയരായ ആൾമാരായിട്ടിക്കണു. പക്ഷെ അങ്ങനെ മനസ്സുകൊണ്ടിട്ടു അങ്ങ എന്താവണം ഇംഗ്ലീഷിലെ ആൾമാരാവണു എന്ന നിലക്കായിട്ടിക്കറ് ഇവിടെ ഇംഗ്ലീഷിലെ വിദ്യാഭ്യാസ ഉണ്ട്. ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾ ഭാരി ഇൻട്രസ്റ്റിൽ പഠിപ്പാട്ടുള്ള ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടെ സ്ഥാപിച്ചു പോയത്. അത് ഇവിടെ ഞങ്ങളെ രാഷ്ട്രപിത്തായിട്ട് ഞങ്ങൾ ചൊല്ലങ്ങനത്തെ ഗാന്ധിജി പോലും ചൊന്ന വിഷയമാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തിൽ ഗാന്ധിജി ചൊന്നൊരു ഫലക്കൊണ്ടു പിന്നെ നിങ്ങൾ കേവല ഇംഗ്ലീഷ് രംഗല ഈ ബ്രിട്ടീഷ് രംഗല ഓടുപാട്ടിയത് കൊണ്ടിട്ട് കാര്യമില്ല. അങ്ങ കൂടെ ഞങ്ങൾക്ക് തന്നുപോയങ്ങനത്തെ അങ്ങനെ എഡ്യൂക്കേഷനും അങ്ങനെ പിന്നെ ഫാക്ടറിങ്ങും കൈകാരിക്കയും അങ്ങനെ ടെക്നോളജി എല്ലാം ഉണ്ട്. അതും നിങ്ങൾ ഓടുപാട്ടിയെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഭാരതീയരായ ആൾമാരോ ആവുക അവിടെ ഉണ്ട് ഗാന്ധിജി പോലും ചൊന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചൊന്നോട്ട് വന്നേ ഈ 15 പിന്നെ ശതമാനത്തിൽ പിന്നെ ലോകത്തെ ഭരിച്ചുകൊണ്ടുള്ളങ്ങനത്തെ യൂറോപ്പിയുടെ ആൾമാർ, ലോകത്തെ നേതൃത്വം എടുത്തിട്ടുള്ളങ്ങനത്തെ യൂറോപ്യൻ ആൾമാർ യഥാർത്ഥത്തിൽ ഇങ്ങനെ കൊണ്ടുണ്ടായിട്ടുള്ളതെല്ലാം ദജ്ജാളുടെ ഫിത്നയാണ്. അത് കേവല ഒരു മനുഷ്യന്മാരെ കൊണ്ട് മാത്രം ആക്കാവിടെ അങ്ങനത്തെ ഫിത്ന അല്ല. ഇന്ത്യ ലോകത്തിലുണ്ടാക്കിക്കൊണ്ടുള്ള അങ്ങനത്തെ ഇന്ത്യക്കും ഉണ്ടാക്കിക്കൊണ്ടുള്ള അങ്ങനത്തെ ഫിത്നങ്ങ
ಅಮೇರಿಕ യൂറോപ്യൻ കൺട്രീസിലെ ആൾമാർ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഫിത്നങ്ങ ഫസാദങ്ങ യുദ്ധങ്ങ ഇതെല്ലാം ഇതിരെ പെറത്തുಲು ദജ്ജാളുടെ കലികളാണ് നടന്നുകൊണ്ടുള്ളത്. അത് എങ്ങനെ അതിരെ ರೂಪಂಗ എങ്ങനെ എന്ന് നമുക്കത് പരിപൂർണമായിട്ട് ಗೊತ್ತಿല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹദീസിലൂടെ പടിപ്പാട്ടിയങ്ങനത്തെ പല കാര്യങ്ങൾ അവസാന കാലഘട്ടത്തിൽ ഇങ്ങനൊരു കൗം പണ്ടും ഈ രൂപത്തിലുള്ള പല ഫിത്ന ഫസാദ പ്രവർത്തനങ്ങൾ ആക്കിടാറ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിയത് നോക്കുമ്പോൾ അത് ഈ ആൾമാർ ആയിട്ടിക്കറാറുണ്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരു ഹദീസിൽ നബി തങ്ങ പടിപ്പാട്ട് യാ അയ്യുഹന്നാസ് ഇന്നഹാ ലം തകുൻ ഫിത്നത്തുൻ അലാ വജ്ഹിൽ അർളി മുൻദു സറ അല്ലാഹു ദുരിയത ആദം അഅ്ളമ മിൻ ഫിത്നത്തി ദജ്ജാൽ. ഓ മനുഷ്യന്മാരെ, അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമുടെ ഭൂമിയിൽ പഠിച്ചതിൽ പിന്നെ ദജ്ജാലുടെ ഫിത്നക്കാണ് വലിയൊരു ഫിത്ന ഇനി പറകില്ല. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങുല്ലേ ഒരു വലിയ ശത്രുവായിട്ടാണ് അല്ലാഹു തആല ദജ്ജാലിനെ പഠിച്ചത് അല്ലേ. ഒരാൾ ബലിയാലാവുമ്പോൾ അയാൾക്ക് തക്കതായ രൂപത്തിൽ ശത്രു കഴിക്കണം. ചെറിയ ചെറിയ ശത്രു കഴിഞ്ഞിട്ട് കാര്യമില്ല എന്നെങ്കിൽ ആ ചെറിയ ചെറിയ ശത്രു ആവുകയാവില്ല. ശത്രു ആവണുണ്ടായെങ്കിൽ ഒരാൾ പിന്നൊരാൾക്ക് ശത്രു ആവണുണ്ടായെങ്കിൽ അങ്ങ് ജണ്ട ഇടയിലൊരു ഒരു പിന്നെ ഏതെങ്കിലും ഒരു രൂപത്തിലെങ്കിലും ഒരു സമാനത വേണം. ആ രൂപത്തിൽ നോക്കണുണ്ടെങ്കിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുത്തറ. ഖൈറിന്റെ വിഷയത്തിൽ വലിയ ടോപ്പ് ലെവലിലെ സ്ഥാനമാണ് അല്ലാഹു തആല കൊടുത്തത്. എന്നതുപോലെ ഷർറുടെ വിഷയത്തിൽ അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുത്ത ആളാണ് ദജ്ജാൽ. വഹുവ ഖാരിജുൻ ഫീകും ലാ വഅന ആഖിറുൽ അംബിയാ വഇന്നല്ലാഹ അസ്സ വജൽ ലം യബ്അസ് നബിയൻ ഇല്ലാ ഹദ്ദറ ഉമ്മതഹു ദജ്ജാൽ. അല്ലാഹു തആല ഒരു നബിയുടെയും അല്ലാഹു തആല ഇവിടെ കടത്തിയിട്ടില്ല. എങ്ങനല്ലാണ്ട് ദജ്ജാളുടെ ಬಗ್ಗೆ വാർണിംഗ് കൊടുക്കാണ്ട് ഒരു നബിയും ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല. വാന ആഖിറുൽ അംബിയാ വഅൻതും ആഖിറുൽ ഉമം. ഓ മനുഷ്യന്മാരെ, ഞാൻ അവസാനത്തെ നബിയായിട്ടിക്കറ, നിങ്ങൾ അവസാനത്തെ ഉമ്മത്തായിട്ടിക്കറാർ, അവസാനത്തെ മനുഷ്യ കൂട്ടായിട്ടിക്കറാർ നിങ്ങൾ. വഹുവ ഖാരിജും ഫീകും ലാ മഹാലത. മനുഷ്യന്മാരെ, നിങ്ങളുടെ എന്തായാലും അവന് ബണ്ട, സംശയമില്ല. നിങ്ങളുടെ എന്തായാലും ബണ്ട. പ്രത്യക്ഷമായിട്ട് അവസാന ടൈം ആവുമ്പോൾ അവന് പ്രത്യക്ഷമായിട്ട് ബണ്ട, പരോക്ഷമായിട്ട് അവന് പ്രവർത്തിക്കട നിങ്ങളിൽ. ഫഇൻ യഖ്റുജു വാന ബൈന അദ്ഹുരിക്കും ഫാന ഹജീജുൽ ലികുല്ലി മുസ്ലിം. അവന് പ്രത്യക്ഷമായിട്ട് പറയുമ്പോൾ നിങ്ങളുടെ നാനുമാ തിന്നിട്ടെങ്കിൽ ഓരോ മുസ്ലിമുക്കും പിന്നെ അത്താണിയായിട്ട് ഓരോ മുസ്ലിമുക്കും ആശ്രയമായിട്ട് ഇൻഷാ അല്ലാഹ് നാനിക്കടെ. വഇൻ യഖ്റുജു മിൻ ബഅദി ഫകുല്ലു ഇംറിഇൻ ഹജീജു നഫ്സിഹി വല്ലാഹു ഖലീഫത്തി അലാ കുല്ലി മുസ്ലിം. ഞാൻ വഫാത്തായാൽ പിന്നെ മാത്രം നിങ്ങളുടെ ഇടയിൽ ബണ്ടുണ്ടായെങ്കിൽ ഓരോരുത്ത അവൻ്റെ സ്വന്തമായിട്ട് അവನು ഗട്ടിയാക്കിയോളണു. അല്ലാഹു തആല ഓരോ മുസ്ലിമുക്കും സഹായിയായിട്ട് അവನು മുസ്ലിമായിട്ട് എന്തെങ്കിൽ മുഅ്മിനായിട്ട് എന്തുണ്ടായെങ്കിൽ സഹായിയായിട്ട് അല്ലാഹു തആല ഇക്കിടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. പിന്നെ റുക്ക നബി തങ്ങൾ ചൊന്തു ഇതേ ഹദീസിനെ തുടർന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട് ഇന്നഹു യബ്ദഉ ഫയഖൂൽ. ദജ്ജാലിൻ്റെ അവൻ്റെ ദഅവത്ത്, അവൻ്റെ ഒരു പ്രവർത്തന അവನು സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അവನು ചൊല്ല അന നബിയുൻ, നാനൊരു നബിയായിട്ടിക്കരാണ് ചൊല്ല. ദജ്ജാൽ ചൊല്ലെ പദത്തെ അർത്ഥം എന്തിരെ? ദജ്ജിൽ ചൊന്നെങ്കിൽ വഞ്ചിക്കടെ മോസാക്കടെ ಅಂತಾണ് ಅರ್ಥ. ദജ്ജാൽ ചൊന്നെങ്കിൽ ഭയങ്കരമായിട്ട് മോസാക്കടാൽ വഞ്ചിക്കടാൽ ಅಂತಾണ് ಅರ್ಥ. വഞ്ചന ചൊന്നെങ്കിൽ എന്തിരെ? വഞ്ചിക്കപ്പെട്ട ആൾക്ക് ആർക്കാണോ മോസാക്കട അയാൾക്ക് ഗൊന്താവത്ത രൂപത്തിൽ ഒരു പിന്നെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യം ആക്കടേക്കല്ലേ അയാൾ. ഉദാഹരണക്ക് ജണ്ടാൽ ബിസിനസ് ആക്കിക്കൊണ്ടുള്ള 2 പേരിക്കൊരു അപ്പോൾ ഒർത്ത പിന്നൊരുത്തരെ മോസാക്കട ആ ബിസിനസ്സിൽ ಅವನು മോസാക്കടെന്നെങ്കിൽ ಅರ್ಥ ಎಂದರೆ ಅವನು പിന്നൊರ್ತಗೂ ಗೊತ್ತಿല്ലാത്ത ರೂಪത്തിൽ ಅವನಿಗೂ ಅರ್ಥವಾದ ರೂಪത്തിൽ രഹസ്യമായിട്ട് അവൻ്റെ വിരുദ്ധമായിട്ട് ഒരു ഷർറാക്കടേണ്ട അർത്ഥ. അവനിಗೂ ഷർറായിട്ടുള്ളൊരു കാര്യ രഹസ്യമായിട്ട് ആക്കടേണ്ട. അപ്പോൾ ദജ്ജാൽ വഞ്ചിക്കിടോണാണ്. അവൻ്റെ പ്രവർത്തനങ്ങൾ അർത്ഥാവില്ല. അവൻ്റെ ഈ രഹസ്യമായിട്ടില്ലേ അവൻ്റെ കാര്യാചരണങ്ങ ചിലപ്പോൾ നമുക്ക് മുഅ്മിനായ മനുഷ്യന്മാರಿಗೆ ചിലപ്പോൾ അർത്ഥാവോണ്ടില്ല. കാരണം അവನು ವಂಚನೆ ರೂಪത്തിലാണെല്ലാം ആക്കടെ, മോശമാണ് ആക്കടെ. അവನು പ്രത്യക്ഷത്തിൽ നമുക്ക്
നല്ലതിട്ട് തോന്നിപ്പിക്കട, പക്ഷേ പരോക്ഷമായിട്ടത് നങ്ങുകെ ഷർറായിട്ടിക്കറ്. അപ്പോൾ ആ നിലക്ക് സൂക്ഷ്മമായ കണ്ണുങ്ങ വേണുണ്ടാണ് നബിത്തങ്ങ പടിപ്പാട്ട്. ദജ്ജാളുടെ മനസ്സിലാക്കണുണ്ടായെങ്കിൽ സൂക്ഷ്മമായ കണ്ണു വേണം. അപ്പോൾ ഈ ദജ്ജാൽ മോശാക്കിടത്തിൽ വലിയ മോശം എന്ന് ചൊന്നെങ്കിൽ അവണു പിന്നെ ഒരു നബിയാണിട്ട് തോന്നിപ്പിക്കട മനുഷ്യന്മാർക്ക്. എങ്ങനെയാണത് നബിയിട്ട് തോന്നിപ്പിക്കട? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിമേ അഭിഷേകിക്കറ് അവസാന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഭൂമിക്ക് പണ്ട് ചൊല്ല വിഷയം. ഈസാ നബി അലൈഹിസ്സലാം ഭൂമിക്ക് ബറകൊണ്ടു ചൊല്ല വിഷയം മുസ്ലിമീങ്ങ മാത്ര വിശ്വസിക്കുന്ന ഒരു വിഷയമല്ല. അൽ മസീഹു ഈസ ജീസസ് ക്രൈസ്റ്റ് ക്രിസ്ത്യൻസ് ചൊല്ലാറല്ലേ. ആ ആള് ജീസസ് രണ്ടാമത് പണ്ടിട്ടുള്ള വിശ്വാസത്തിൽ ഉള്ള ആൾമാരാണ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾമാരും. നിങ്ങൾ സാധാരണ അങ്ങനെ ചർച്ചിലെ മുട്ടല്ല എഴുതിയതായിട്ട് ചിലപ്പോൾ കണ്ട് ജീസസ് ബರುತ್ತಿದ್ದಾರೆ ನೀವು ತಯಾರಿದ್ದೀರಾ എന്നല്ല ചിലപ്പോൾ എഴുത്തുങ്ങ കണ്ട്. അപ്പോൾ ക്രിസ്ത്യൻസുക്കും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ജീസസ് ക്രൈസ്റ്റ് അതായത് ഈസാ നബി അലൈഹിസ്സലാം രണ്ടാമത് ബറകുണ്ടു ഉണ്ടു. ജീസസിൻ്റെ കേൾക്കുമ്പോൾ ഞങ്ങൾ അലൈഹിസ്സലാമിൻ്റെ യഥാർത്ഥത്തിൽ ചൊല്ലണു. കാരണം അത് പിന്നെ ഈസാ ചൊല്ലത് പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ ഭാഷയിലുള്ള സുറിയാനി ഭാഷയിൽ ഇന്നേ ഒരു പേരുണ്ട്. അത് ചിലപ്പോൾ ജീസസിൻ്റെ ആയിട്ടിരിക്കും. ആ പേരിനെ ഒരു അറബി ആയിട്ട് ചേഞ്ച് ആക്കിയപ്പോഴാണ് അത് ഈസാൻ്റെ. അപ്പോൾ അതിൽ അസൽ ഈ ജീസസിൻ്റെ ഇക്കും. അപ്പോൾ അങ്ങനെ അവർ പേര് കേൾക്കുമ്പോൾ ആറ് ചൊല്ലതുണ്ടായെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നബിയായിട്ട് മനസ്സിലാക്കട്ടെ. അതുപോലെ അവസാന കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിൽ ആളായിട്ട് പണ്ട് ഒരാളായിട്ടിക്കത്. അപ്പോൾ അലൈഹിസ്സലാമിട്ട് ചൊല്ലണം. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യൻസുക്കും വിശ്വാസമുള്ളതാണ് ഈസാ നബി അലൈഹി സ്വലാം പണ്ട് ചൊല്ല വിശ്വാസം. യഹൂദിങ്ങൾക്കും അങ്ങൊരു വിശ്വാസം ഉണ്ട്. എന്തിരെ അങ്ങനെ രക്ഷപ്പെടുത്തുക അൽ മസീഹ് ചൊന്നെങ്കിൽ രക്ഷപ്പെടുത്തുക ആൾ അങ്ങനെ സേവിയറായിട്ടുള്ള ഒരാൾ ബറകുണ്ടു ചൊല്ല വിശ്വാസം അങ്ങകുമുണ്ട്. അപ്പോൾ ഈ ഒരു വിശ്വാസത്തെ മനുഷ്യന്മാർക്കുള്ള വിശ്വാസത്തെ മുതലെടുത്തിട്ട് അതിരെ യൂസാക്കിയിട്ട് മനുഷ്യന്മാരെ വഞ്ചിക്കട രൂപത്തിലാണ് ആറ് പണ്ടേ ദജ്ജാൽ പണ്ടേ. അവನು ನಾನೇ ನಬಿ ಇಟ್ಟಿಕ್ಕರೆ നിങ്ങൾ എല്ലാവരും കാത്തോണ്ടില്ലങ്ങനത്തെ ജീസസ് അത് നാനേ ഇട്ടിക്കരെ എന്ന് മനുഷ്യന്മാർക്ക് തോന്നിപ്പിക്കട. ആ രൂപത്തിൽ വലിയ വഞ്ചനാക്കട. അപ്പോൾ അതിൽ യഹൂദിങ്ങന്തും എല്ലാ യഹൂദിങ്ങ പെട്ടുപോണ്ടാറ്. കാരണം അങ്ങനെ രക്ഷകനായിട്ട് അങ്ങനെ സേവിയറായിട്ട് അങ്ങ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നങ്ങനത്തെ അങ്ങ് ഒത്ത രൂപത്തിലുള്ള ആളായിട്ടാണ് ദജ്ജാൽ പണ്ടേ. അങ്ങനെ നിലവിലുള്ളങ്ങനത്തെ സുഖ സൗകര്യങ്ങൾ അങ്ങ് കിട്ടിയോണ്ടുള്ളങ്ങനത്തെ പ്രസ്റ്റീജിങ്ങ സുഖ സൗകര്യങ്ങൾ അതൊക്കെല്ലാം സപ്പോർട്ടീവ് ആവുന്ന രൂപത്തിൽ അതൊക്കെ സപ്പോർട്ടാക്കുന്ന രൂപത്തിൽ ആണ് ദജ്ജാൽ പണ്ട്. അപ്പോൾ അതുകൊണ്ട് യഹൂദിങ്ങളാണ് ഭൂരിപക്ഷ അവൻ്റെ സൈന്യത്തിലുള്ള ആൾമാർ യഹൂദിങ്ങായിട്ടിക്കിടാറ്. പിന്നെ ഈ യഹൂദിങ്ങളൊട്ടിಗೆ നല്ല ചങ്ങായിപ്പാടുള്ളങ്ങനത്തെ നസ്രാനിങ്ങ ഇണ്ടത്തെ പിന്നെ ഈ വെസ്റ്റേൺ കൺട്രീസിലുള്ള അങ്ങനത്തെ അമേരിക്ക യൂറോപ്പിലുള്ള ആൾമാരെല്ലാം അങ്ങ് ക്രിസ്ത്യൻസിട്ടാണ് ചൊല്ലേ. പക്ഷേ അങ്ങ് നല്ല ക്രിസ്ത്യൻസുമാരല്ല. കാരണം യഹൂദിങ്ങളൊട്ടിಗೆ പിന്നെ ചെങ്ങായിപ്പാടാക്കി അങ്ങനത്തെ ക്രിസ്ത്യൻസ് ആൾമാരാണ്. ആ യഹൂദിങ്ങളൊട്ടിಗೆ ചെങ്ങായിപ്പാടാക്കിയിട്ടുള്ള ക്രിസ്ത്യൻസും ഈ പിന്നെ ദജ്ജാളുടെ പെരത്തിലെ ബുൾഡാർ എന്നു മാത്രമല്ല ഈ യഹൂദി ക്രിസ്ത്യൻസ് ഈ മിത്രപക്ഷം ഉണ്ടല്ലേ ഇന്നത്തെ അമേരിക്ക ഇസ്രയേൽ ശരിക്കും ചൊണ്ടെങ്കിൽ ഇന്നത്തെ അമേരിക്ക യൂറോപ്പ് അമേരിക്ക ഇസ്രയേൽ ഈ ഒരു മിത്രപക്ഷങ്ങ ഈ ഒരു ചെങ്ങായിപ്പാടിലുള്ള ആൾമാർ ഇങ്ങനെ ബാക്കിൽ കൂടി അങ്ങനത്തെ മുസ്ലിമീങ്ങവും എന്താക്കിടാറ് ഇങ്ങക്ക് സപ്പോർട്ടായിട്ടുള്ള അങ്ങനത്തെ മുസ്ലിമീങ്ങവും ദജ്ജാളുടെ ബാക്കിൽ കൂടാറ്. അതിരെ എച്ചരിക്കയായിട്ടാണ് അല്ലാഹു തആല ഖുർആനിൽ ചൊന്നരെ യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയാ. ഓ മുഅ്മിനീങ്ങളെ യഹൂദി നസ്രാനിങ്ങളെ നിങ്ങൾ ചെങ്ങായിപ്പാടാക്കണ്ട. ഏത് യഹൂദി നസ്രാനിങ്ങളെ അതിൽ പിന്നെ അല്ലാഹു തആല ആയത്തിൽ അത് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഏത് യഹൂദി നസ്രാനിങ്ങളെ നല്ല വിശ്വാസമുള്ള അങ്ങനത്തെ യഹൂദി നസ്രാനിങ്ങളല്ല. ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയാ ബഅ്ദുഹും ഔലിയാഉ ബഅദ്. ഈ യഹൂദിയും നസ്രാനിങ്ങ അങ്ങ് പരസ്പര ചെങ്ങായിട്ടുള്ള ആൾമാരായിട്ടിക്കിടാറ്. അപ്പോൾ പരസ്പര യഹൂദി നസ്രാനിങ്ങ ചെങ്ങായിട്ടുള്ള അങ്ങനത്തെ ആൾമാരൊട്ടിಗೆ നിങ്ങൾ കൂടണ്ട. യഥാർത്ഥത്തിൽ പണ്ടത്തെ ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻസിനങ്ങളെ തുടക്ക കാലഘട്ടത്തിലുള്ള ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടെങ്കിൽ യഹൂദിങ്ങ നസ്രാനിങ്ങ ഒരിക്കലും ചെങ്ങായിപ്പാടില്ലാത്ത അങ്ങനത്തെ ഭയങ്കര ശത്രുങ്ങളായിട്ടുള്ള ആൾമാരായിട്ട് ഇന്നിറങ്ങാം. ഇപ്പം ഈ ആധുനിക കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ച് അമേരിക്ക
യൂറോപ്യൻ കൺട്രീസിൻ്റെ ഭാഗത്തുള്ള ക്രിസ്ത്യൻസിങ്ങ യഹൂദികളൊಟ್ಟಿಗೆ കൂടിയത്. ആ യഹൂദി നസ്രാനികളൊಟ್ಟಿಗೆ നിങ്ങൾ കൂടുകു പോകണ്ട എന്ന വലിയ എച്ചരിക്കയാണ് അള്ളാഹു താല ഖുർആനിൽ തന്നത്. അങ്ങനൊട്ടിಗೆ കൂടിയിട്ടെങ്കിൽ അങ്ങ് ദജ്ജാളുടെ ബാക്കിൽ പോകുമ്പോൾ നിങ്ങളും എന്താക്കിടാറ്, ദജ്ജാളുടെ ബാക്കിലേ പോണ്ടാറ്. ഇണ്ടത്തെ പിന്നെ മുസ്ലിം ರಾಷ್ಟ್ರಂಗ ನಂಗೆ ಚೊಲ್ಲಂಗಂತೆ ವಹಾಬಿ ಸಲಫಿಂಗ ಆಡಳಿತ ಕಡೆ ರಾಷ್ಟ್ರಂಗ അങ്ങെല്ലാവരും യഥാർത്ഥത്തിൽ പർത്തിലല്ലെങ്കിലും ഉൽഗത്തിൽ പരോക്ഷമായിട്ട് ഈ യഹൂദി നസ്രാനികളൊട്ടിಗೆ നല്ലോണം ചങ്ങായിപ്പാടാക്കിയിട്ടുള്ള ആൾമാരാണ്. അമേരിക്കത്തെയും യൂറോപ്യൻ കൺട്രീസിലെയും അതുപോലെ ഇസ്രയേലിലൊട്ടിಗೆ നല്ല ബന്ധത്തിലുള്ള ആൾമാരാണ്. അതുകൊണ്ടിട്ടല്ലേ നോക്കൊരു ഫലസ്തീനിലുള്ള ആ നമ്മുടെ മനുഷ്യന്മാരെ ക്രൂരമായിട്ട് കൊല്ലുമ്പം ഈ ചൊല്ലുന്ന അങ്ങനത്തെ രാഷ്ട്രങ്ങൾ ഒരു ശബ്ദം പോലും ഉയർത്തില്ല. ഇങ്ങ അതിക്ക് വിരുദ്ധമായിട്ടൊന്നും ആക്കില്ല. കാരണം ഇങ്ങെല്ലാവരും അങ്ങനെ ചങ്ങായിമാരാണ്. അമേരിക്ക, ഇസ്രയേൽ, യൂറോപ്യൻ കൺട്രീസിലെ ചങ്ങായിമാരാണ്. അപ്പോൾ അതേ രൂപത്തിൽ മുൻവരിഞ്ഞിട്ടെങ്കിൽ ദജ്ജാലൂടെ പറയുമ്പോൾ ഇതെല്ലാം ഈ മുസ്ലിമീങ്ങും മുസ്ലിം നാമധാരിയായിട്ടുള്ള ആൾമാരും ദജ്ജാളുടെ ബാക്കിൽ ഇക്കിടാറുണ്ട് നമുക്ക് മനസ്സിലാക്കോളൂ. അല്ലാഹു തആല എല്ലാ ഫിത്നകളിൽ നിന്നിട്ട് ഞങ്ങളെല്ലാവരും സലാമത്താക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.